ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു KTU CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ ഓവർ ഫിറ്റ് ആവുക, അണ്ടർ ഫിറ്റ് ആവുക, ഇതിൻ്റെ മീനിങ്ങിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി എന്തൊക്കെയോ കുഴപ്പം പറ്റാൻ പോകുന്നല്ലേ. ഇതും എപ്പോഴും നല്ല ഗുഡ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഇൻ ദ റിയൽ വേൾഡ് ദ ഡേറ്റ സെറ്റ് പ്രസൻറ്റ് വിൽ ബി നെവർ ബി ക്ലീൻ ആൻഡ് പെർഫെക്റ്റ്. അതായത് നമ്മൾ റിയൽ വേൾഡിൽ നമ്മളെന്താ മെഷീന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡേറ്റ സെറ്റ് ക്ലീൻ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ക്ലീൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡേറ്റ സെറ്റ് കണ്ടെയ്നിങ് ഇംപ്യൂരിറ്റീസ്, നോയ്സീസ്, ഡേറ്റ, മിസ്സിംഗ് ഡേറ്റ ഓർ ഇംബാലൻസ് ഡേറ്റ. അതായത് ഡേറ്റ സെറ്റിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബ്ലർനെസ് ഉണ്ടാവുക, നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇറലവൻറ്റ് ഡേറ്റാസ് ഉണ്ടാവുക, മിസ്സിംഗ് ഡേറ്റ ആവശ്യമുള്ള ഡേറ്റാസ് കാണാതിരിക്കുക, ഇംബാലൻസ്ഡ് ഡേറ്റ എല്ലാം കൂടി ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള വേയിലിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റ സെറ്റ്സ് ആണ് മിക്കവാറും നമ്മൾ ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഇംപ്യൂരിറ്റി ഡിഫറെൻറ്റ് പ്രോബ്ലം ഓഫ് ഓക്കർ ദാറ്റ് അഫക്ട് ദ ആക്യുറസി ആൻഡ് പെർഫോമൻസ് ഓഫ് ദ മോഡൽ. സോ ഇങ്ങനത്തെ എന്താ നോയ്സി അല്ലെങ്കിൽ ഇറലവൻറ്റ് ഡേറ്റാസ് വെച്ചിട്ടല്ലേ നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്ത് അൽഗോറിതംസ് ക്രിയേറ്റ് ചെയ്ത് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ അതിൻ്റെ പെർഫോമൻസിന് എന്തെങ്കിലും കുഴപ്പം കാണുന്ന ആരും എന്താ പഠിക്കാനായിട്ട് മെഷീന് കൊടുക്കുന്ന ഡേറ്റയെ കുഴപ്പം പിടിച്ച ഡേറ്റാസാണ് അല്ലേ. വൺ ഓഫ് സച്ച് പ്രോബ്ലം ഈസ് ഓവർ ഫിറ്റിംഗ് ഇൻ മെഷീൻ ലേണിംഗ്. ഇങ്ങനെ ഡേറ്റാസിലുണ്ടാവുന്ന ഒരു തരത്തിലുള്ള പ്രോബ്ലമാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്, നമ്മൾ റിയൽ വേൾഡിൽ മെഷീന് ട്രെയിൻ ചെയ്യാൻ കൊടുക്കുന്ന ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ക്ലീൻ ആവണമെന്നില്ല. അതായത് അതിൽ നോയ്സി കാണാം, ഇംപ്യൂരിറ്റീസ് കാണാം, ഇംബാലൻസ്ഡ് ഡേറ്റ, മിസ്സിംഗ് ഡേറ്റ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ മെഷീൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് ഓവർ ഫിറ്റിംഗ്. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്ന കുഴപ്പമുള്ള മോഡൽ ഇത്രയും കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യും. എന്തൊക്കെയാണ്? നോയ്സ്, ബയാസ്, വേരിയൻസ്, ജനറലൈസേഷൻ. അപ്പോൾ ഈ ടേംസ് ഒന്നും മറന്നു പോകരുത്. നോയ്സ്, ബയാസ്, വേരിയൻസ്, ജനറലൈസേഷൻ. നോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മീനിങ് ലെസ് ഓർ ഇറലവൻറ്റ് ഡേറ്റ പ്രസൻറ്റ് ഇൻ ദ ഡേറ്റ സെറ്റ്. നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ സെറ്റിൽ എന്താ മീനിങ് ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഇരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് നോയ്സ്. നോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പിള്ളേർ ബഹളം വയ്ക്കുമ്പോൾ മിസ്സുമാർ എന്താ പറയുന്നത്, എന്താ ഇറലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആവശ്യമില്ലാത്ത ആൾക്കാർ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പേര് മതി പഠിപ്പിക്കാം എന്നൊക്കെ പറയത്തില്ലേ, അതേപടി തന്നെയാണ് നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ സെറ്റിൽ ആവശ്യമില്ലാണ്ടിരിക്കുന്ന ഡേറ്റാസിനെയാണ് എന്തെന്ന് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. ബയാസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ലാബ് എക്സാമൊക്കെ വരുന്ന സമയത്ത് ഈ സി പ്രോഗ്രാമിങ്ങിൻ്റെയൊക്കെ കോഡ് വലുതായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ChatGPT കോപ്പി ചെയ്തിട്ട് എല്ലാവരും അല്ല, ചിലവരൊക്കെ ChatGPT കോപ്പി ചെയ്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഒരു 10-12 ലൈനാക്കി മാറ്റത്തില്ലേ. അതേ പരിപാടിയാണ് ബയാസിങ്. അതായത് അൽഗോരിതം ഉണ്ടല്ലോ, ഓവറായിട്ട് സിംപ്ലിഫൈ ചെയ്ത് എന്താ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മോഡലിന്. അതിനെയാണ് ബയാസിങ് എന്ന് പറയുന്നത്. ബയാസിങ് ഈസ് എ പ്രെഡിക്ഷൻ എറർ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മോഡൽ ഡ്യൂ ടു ഓവർ സിംപ്ലിഫൈങ് ദ മെഷീൻ ലേണിംഗ് അൽഗോരിതം. മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് എന്താണ് നമ്മുടെ മോഡലിന് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത്, ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയേഷൻ ഉണ്ടാവുക. അതായത് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്തപ്പോൾ ഉള്ള പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇല്ല, അവിടെ ഒരു ചെറിയ വേരിയേഷൻ വന്നു. ഇഫ് ദ മെഷീൻ ലേണിംഗ് മോഡൽ പെർഫോം വെൽ വിത്ത് ദ ട്രെയിനിങ് ഡേറ്റ സെറ്റ്, ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഡേറ്റ സെറ്റിൽ നല്ലോണം പെർഫോം ചെയ്തു, ബട്ട് ഡസ് നോട്ട് വെൽ വിത്ത് ദ ടെസ്റ്റ് ഡേറ്റ സെറ്റിൽ അങ്ങനെ പെർഫോം ചെയ്തില്ല, ദെൻ വേരിയൻസ് ഒക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, വേരിയൻസ് ഉണ്ടാവും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഹൗ വെൽ എ മോഡൽ ഈസ് ട്രെയിൻഡ് ടു പ്രെഡിക്റ്റ് ദ അൺസീൻ ഡേറ്റ. അതായത് കാണാത്ത ഡേറ്റ പ്രെഡിക്റ്റ് ചെയ്യാൻ മോഡൽ എത്രത്തോളം ഒക്കുപ്പൈഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് ജനറലൈസേഷൻ. അപ്പോൾ ഇത്രയും മനസ്സിലായോ?
അപ്പോൾ എന്തൊക്കെയാണ് ഓവർ ഫിറ്റിംഗ് ഉള്ള മോഡൽ എക്സിബിറ്റ് ചെയ്യുന്ന? നോയ്സ്, ബയാസ്, വേരിയൻസ്, ജനറലൈസേഷൻ. നോയ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡേറ്റാസ് ഇരിക്കുന്നത്. ബയാസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ഓവറായിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രഡിക്ഷൻ എറർ തെറ്റും. വേരിയേൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും ഡേറ്റാ സെറ്റ്, പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്ര ആക്യുറസി വരത്തില്ല. ജനറലൈസേഷൻ എന്നാൽ ജനറലൈസ് ചെയ്ത് പറയും നമ്മുടെ മോഡൽ എത്രത്തോളം അൺസീൻ ഡേറ്റാസ്, അതായത് കാണാത്ത ഡേറ്റാസ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും, മീൻസ് നമ്മൾ പഠിപ്പിക്കാത്ത ഡേറ്റാസ് എങ്ങനെ നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഓവർ ഫിറ്റിംഗ് ഉള്ള ഒരു മോഡലിന് ലോ ബയാസും ഹൈ വേരിയൻസും ആയിരിക്കും. ലോ ബയാസ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം സിംപ്ലിഫൈ ചെയ്തുണ്ടാവുന്ന പ്രശ്നമല്ല അവിടെ കൂടുതൽ വരുന്ന, ഹൈ വേരിയൻസ്. ബാക്കി എന്തൊക്കെയോ നോയ്സി ഡേറ്റാസ് ഇരുന്ന് വേരിയൻസ് ഒരുപാട് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഉള്ള ആക്യുറസി ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. ഇതെന്ന് പറയുന്ന അണ്ടർ ഫിറ്റിങ്ങിൻ്റെയും ഒപ്റ്റിമം, അതായത് രണ്ടിനെയും ഇടയ്ക്കുള്ളതിൻ്റെ, എന്നുവെച്ചാൽ അണ്ടർ ഫിറ്റും അല്ല ഓവർ ഫിറ്റും അല്ല, അതിൻ്റെ ഫിഗറാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് നോക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നില്ലേ, അതെന്ന് പറയുന്നത് എറർ ഇല്ലായ്മ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി അല്ലേ. അപ്പോഴത്തേനും ഇവിടെ നോക്കിക്കേ, ഇതിനെ ഒരു ലൈൻ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ട്രെയിനിങ് സമയത്തും ഇതെന്ന് പറയുന്നത് ടെസ്റ്റിംഗ് സമയത്തും. അപ്പോൾ അണ്ടർ ഫിറ്റിൻ്റെ സമയത്ത് ട്രെയിനിങ് സമയത്തും എറർ കൂടുതലാണ്, കാര്യം ഇവിടുത്തെ പച്ച റേറ്റ് കുറവാണ്. അതുപോലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പച്ച റേറ്റ് ഉണ്ടെങ്കിൽ കൂടിയും സ്റ്റാർ പോലത്തെ എറേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഹൈ ട്രെയിനിങ് എററും ഹൈ ടെസ്റ്റിംഗ് എററുമാണ്. ഇത് വന്നിട്ട് എന്താ, ട്രെയിനിങ് സമയത്ത് എറർ കുറവാണ്, കണ്ട പച്ച റേറ്റ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും 1, 2, 3 ഹാഫ് 3.5 ഉണ്ട്. അതുപോലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും പച്ച റേറ്റ് കൂടുതലാണ്. അപ്പം അണ്ടർ ഫിറ്റിൽ എന്താ, ട്രെയിനിങ് എറേഴ്സ് കൂടുതലും ടെസ്റ്റിംഗ് എറേഴ്സും കൂടുതലായിരിക്കും. ഇതിൽ ട്രെയിനിങ് എററും ടെസ്റ്റിംഗ് എററും കുറവായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് അണ്ടർ ഫിറ്റ്, ഓവർ ഫിറ്റ്, ഗുഡ് ഫിറ്റ് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാനാണ്. ഇത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.